ഹലോ. ഒരു ഇൻട്രൊഡക്ഷനോ ഒന്നുമില്ല, പെട്ടെന്ന് ചാടി ഇറങ്ങി ഓടുമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങുമായിരുന്നു കേട്ടോ. വൈകിട്ട് പിള്ളേരെ കൊണ്ട് പാർക്കിലൊക്കെ പോകാനിരുന്ന ഞങ്ങളാണ്. പക്ഷേ മഴയുടെ ഒരു മന്ദതയും എൻ്റെ ഒരു മൂഡ് ഓഫും കാരണം എന്തോ ഞാനങ്ങ് മടിച്ചു. അപ്പോൾ പിന്നെ ചെയ്യാൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ അവന് ബട്ടർ കുക്കി വേണമെന്ന് പറഞ്ഞു. ബട്ടർ കുക്കി അല്ല, ന്യൂട്ടെല്ല കുക്കി. അപ്പോൾ അത് കിട്ടുന്നത് നമുക്കിവിടെ അടുത്തൊരു ഷോപ്പാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാം. പിന്നെ ആദ്യം കേട്ടപ്പോൾ ഞാനൊന്ന് മടിച്ചു കേട്ടോ, കാരണം സിറ്റിയിലേക്കാണ്, മാത്രമല്ല വീക്കെൻഡാണ്, നല്ല തിരക്കും ബ്ലോക്കും ഒക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ, പാർക്കിലോ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ പിന്നെ എല്ലാം പറഞ്ഞിറങ്ങുമായിരുന്നു കേട്ടോ. നല്ല മഴ ഇങ്ങോട്ട് കുറേ അധികം വന്നപ്പോഴത്തേനത്തെ കാർമികമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതും കാറിൽ നല്ല പാട്ടുമൊക്കെ കേട്ട് ഈ ഒരു സ്ഥലം എത്തുമ്പം എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഒരു സന്തോഷവും ഒരു വല്ലാത്തൊരു ഫീലാട്ടോ. ഈ ഒരു ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഇത് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 1 ആ ഒരു ബിൽഡിങ്ങാണ് ഇതെല്ലാം കാണുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ പോയാലും ഞാൻ ഇതുവഴി ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും. അത് ഈ ഒരു മൂടി ക്ലൈമറ്റിൽ അടിപൊളിയായിരുന്നുള്ളത് കണ്ടുപോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ അടുക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ആശുവിനെ ആണെങ്കിൽ ഞാൻ ഉറക്കിയിട്ടും ഇല്ലായിരുന്നു, എന്തോ ഫുള്ള് കളിയും ചിരിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നല്ല മയക്കും ഉറക്കമൊക്കെ ആയിരിക്കുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. രണ്ടാളും കളിച്ചും ചിരിച്ചും ഒക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നല്ലോ പുറത്തേക്ക് ഇറങ്ങിയപ്പം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതേ അല്ല, ഈ ഒരു പ്ലാൻ നമ്മൾ ഇതിലേ ഇല്ലായിരുന്നു. ബ്ലോക്ക് ഉണ്ടോ, ഈ ഒരു സംഭവമായിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങ് വേറെ ഇത് കാണുമെന്ന്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് സ്ഥലങ്ങളിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ കുളത്തൂറുള്ള സംസമിലേക്കാട്ടോ. ഇവിടെ വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാൻ്റെ ഈ ന്യൂട്ടെല്ല കുക്കി ബൺ ഇവിടെ കേട്ടോ കിട്ടുന്നത്. സംഭവം പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുവഴി പോകുമ്പോൾ നമ്മൾ കയറും, പക്ഷേ ഇടയ്ക്കെങ്ങാണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാട്ടോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് കയറിയപ്പോൾ കണ്ടോ കാറ് ഫുള്ള് പാർക്ക് ചെയ്തേക്കായിരുന്നു കേട്ടോ. ഇടാൻ പോലും സ്ഥലമില്ല. അപ്പോൾ കയറണോ എന്ന് ഇങ്ങനെ ഏട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ബാക്ക് സൈഡിൽ പാർക്കിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞു. ഇവിടെ ആകുമ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഏതെങ്കിലുമൊക്കെ കാർ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലും നല്ലത് ബാക്കിൽ ഇവിടെ അവരുടെ തന്നെ പാർക്കിംഗ് ആണ്. അങ്ങനെ നമ്മൾ അവിടെ പാർക്ക് ചെയ്യാൻ കൊണ്ടുപോകണം കേട്ടോ. അവിടെയും 3-4 കാർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടിട്ടിട്ട് നമ്മൾ കയറി പോവാട്ടോ. മിക്കവാറും വരുമ്പോഴത്തേന് ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ പാർക്ക് ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ വലിയ വെയിറ്റിംഗ് ഒന്നുമില്ല. മറ്റേതാകുമ്പോൾ ആദ്യമൊക്കെ ഞങ്ങളൊന്ന് ഫ്രണ്ടിൽ കിടക്കുമായിരുന്നു. അപ്പം ഇവർ ആരെങ്കിലുമൊക്കെ ഇറങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും ഒത്തിരിയും താമസിക്കും കേട്ടോ. മാത്രമല്ല വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്ക്. വീക്കെൻഡ് മാത്രമല്ല, അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റ് തന്നെ കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആദ്യം പുറത്ത് വന്നിരുന്നു കേട്ടോ. പുറത്ത് വന്നിരിക്കുകയെന്ന് വെച്ചപ്പോൾ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ ബൺ കഫേയുടെ ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഓപ്പണായിട്ട് കിടക്കുകയാണ്. മാത്രമല്ല നമ്മൾ നോക്കിയപ്പോഴത്തേനും അവിടെ ക്ലീൻ ചെയ്യിപ്പിച്ചപ്പോഴത്തേന് നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റിസ്ക് ആണല്ലോ എന്ന് കരുതി ഇങ്ങനെ നിന്നപ്പോഴത്തേന് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ടിരുന്നു കേട്ടോ. അങ്ങനെ ആ പാവം ചേട്ടൻ വന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പം നമ്മൾ പറഞ്ഞു അകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കാണ്ട് ഈ ബൺ കഫേ പുറത്തൊരു ഔട്ട്ലെറ്റ് കേട്ടോ. അതിൻ്റെ തന്നെ അതിനകത്തുണ്ട് ഈ കുക്കി ബണ്ണുണ്ട്, കുനാഫ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ മേടിച്ചൊന്നുമില്ല. പിന്നെ കുറേ കുക്കീസും കേക്കും ഒക്കെ പല ഫ്ലേവറിലും ഉണ്ട് കേട്ടോ. പിന്നെ മിൽക്ക് കേക്ക് ഉണ്ട്, പിന്നെ ബട്ടർ കേക്ക് ഉണ്ട്, ഹണി കേക്ക് ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് നേരെ വീണ്ടും അതിൻ്റെ ഒരു സൈഡിലാട്ടോ വന്നിരുന്നത്. അപ്പോൾ അവിടെയും ക്ലീൻ ചെയ്യിപ്പിച്ചു. കയറിയിരുന്ന് യാശു തനിയെ കയറും കേട്ടോ. എടുത്തിരുത്താന്ന് പറഞ്ഞപ്പോഴത്തേന് കുഞ്ഞ് തനിയെ കയറാമെന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്നാൽ പിന്നെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കട്ടെ എന്നേത്. അങ്ങനെ അവിടെ വന്ന് ഓർഡറും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവിടെ പുറത്ത് സെർവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം എനിക്ക് ഈ കുക്കിയൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 3ാമത്തെ സ്ഥലമായ ഇതിനകത്ത് തന്നെ നമ്മൾ വന്നിരിക്കും കേട്ടോ. അപ്പം ഇവിടെ കുറേ റിസർവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒന്നും ഇരുന്നില്ല. നമ്മളാകെ 4 പേരല്ലേ. അപ്പോൾ ഒരു ചെറിയ സൈഡിലേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഒതുങ്ങിയിരിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് വന്ന് നടുക്കിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ എനിക്കൊരു സൈഡിൽ, ഒരു കോർണർ സൈഡിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു സൈഡിൽ ഞങ്ങൾ വന്നിരുന്നു കേട്ടോ. ആ സമയത്ത് ഏട്ടൻ പോയി വാഷൊക്കെ ചെയ്തിട്ട് വന്ന് പിന്നെ നമുക്ക് ഓർഡർ എടുക്കാനുള്ള ആ ഒരു ചേട്ടനെ ഞാനിങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തപ്പോഴത്തേന് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ 2 കോംബോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിനകത്ത് ഷവായ മന്തി റൈസും പിന്നെ ഒരെണ്ണത്തിനകത്ത് 2 പൊറോട്ടയും വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ അതും ഒക്കെ വന്നപ്പോഴത്തേന് നമ്മൾ ആദ്യം എടുത്തു. സിയാൻ്റെ അത് പറഞ്ഞപ്പോഴത്തേന് ലേറ്റായി, കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം ഈ 2 പൊറോട്ടയിൽ ഒരു പൊറോട്ട ഞാനും ഒരു പൊറോട്ട ഏട്ടനും എടുത്തു. അങ്ങനെ അതുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാം ഏട്ടൻ്റെ 2 ഓഫീസിലെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് കുറേ നേരം ഏട്ടനോട് നിൽക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവരും ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് നമ്മളെ കണ്ടത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഫിനിഷ് ചെയ്ത് ഏട്ടൻ അവരോട് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു ചായയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ തണുത്ത് അതെല്ലാം കഴിഞ്ഞ് കുടിച്ച് അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും കേട്ടോ. അവർക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അധികം സംസാരിക്കാനൊന്നും നിന്നില്ല, നമ്മൾ ഇറങ്ങും കേട്ടോ.
അങ്ങനെ ഇനി പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ കയറണമെന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് പോകുന്ന വഴിക്ക് ഇപ്പോൾ കഴിച്ചതിൻ്റെ ക്ഷീണവും ഒക്കെയാണ്. എന്തായാലും എനിക്ക് കാറിൽ കയറുമ്പോൾ യാശു ഉറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കാരണം കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഉറക്കം കാണും. എനിക്കുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് കുറച്ച് സമാധാനത്തെ, അതായത് യാശു കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേന് പ്രശ്നമില്ല, പക്ഷേ ഇപ്പോഴും വലിയ കുഴപ്പമുണ്ടെന്നല്ല, കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ടൊക്കെ ഇരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതായത് ഇവർ തനിയെ കഴിക്കാറൊക്കെ ആകുമ്പോണ്ടല്ലോ, ഇപ്പോൾ സിയാൻ്റെയൊക്കെ പോലെ. അപ്പം കുഞ്ഞും കൂടെ അങ്ങനെ ആകുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഇതായിരിക്കും. ഇതിപ്പം എനിക്കും കഴിക്കണം അവൾക്കും കൊടുക്കണമല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ചായ കുടിക്കാൻ ഒരു ചായ ആയാൽ പോലും എനിക്ക് തനിയെ കാമായിട്ടിരുന്ന് ഭയങ്കര റിലാക്സ് ചെയ്ത് കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ. അപ്പോൾ ഈ ഹലൈസ് കണ്ടോ, പണ്ട് എൻ്റെ സ്ഥലമായിരുന്നു വേണ്ടി പറയാം. അതായത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ, സിയാനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വരുമ്പം ഹലൈസിൽ കയറി ബിരിയാണി കഴിക്കുക എന്ന് പറയുന്നത് തന്നെയായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. അന്ന് ഇവിടെ അല്ലായിരുന്നു, കുറച്ചുകൂടെ വേറൊരു സ്ഥലത്തായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അവരുടെ ബ്രാഞ്ച് ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് തിരിച്ച് വരുന്ന വഴിക്ക് ഫിഷൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞാൽ വന്നത്. മഴ കാരണം ഒന്നും മേടിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ആ ഒരു ജംഗ്ഷൻ്റെ അടുത്ത് നമ്മൾ സ്ഥിരം മേടിക്കുന്നൊരു ഷോപ്പാട്ടോ. ഞാൻ അവിടെ വന്ന് പിള്ളേർക്ക് കുറച്ച് സ്നാക്സ് മേടിക്കാൻ നോക്കിയതാണ്. പിന്നെ ഞാനൊരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇപ്പിരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്കൊരു കുക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ബനാന മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു 1/2 കിലോ. എന്താ പറഞ്ഞത്, പാളയംകോടനായിരുന്നു മേടിച്ചത്. വേറെ ഒന്നും അധികം പഴുത്തില്ലായിരുന്നു. പിന്നെ 2 പാലും മേടിച്ചു കേട്ടോ. അങ്ങനെ അതുമൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ ഇറങ്ങും കേട്ടോ. ഞാൻ സിയാനെ യാശുവിനെ കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടുത്തെ മുട്ടായി മൊത്തം മേടിക്കേണ്ടി വരും. അങ്ങനെ 2 മുട്ടായിൻ്റെ ഇടയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്ലേസിൻ്റെ സ്ഥിരം ആ കടയിൽ പോകുമ്പോഴത്തേനും മേടിക്കാതെ 2 പേർക്കും. അപ്പോൾ 2 പേർക്കും കാറിൽ വെച്ച് ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. യാശുവിനെ സിയാനെടുത്ത് അങ്ങ് പുറയിൽ വെച്ചു കേട്ടോ. ഞാൻ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ. പക്ഷേ അത് അടിയിലും കരച്ചിലായിരിക്കും തിരിച്ച് ഞാൻ എടുക്കേണ്ടി വരുന്നത്. ഈ സമയത്ത് എണ്ണന്തോ കോൾ വന്നതുകൊണ്ട് തന്നെ ഞാൻ കാറിൽ കയറിയിട്ട് കുറേ നേരം പോസ്റ്റായിട്ട് അവിടെ ഇരിക്കേണ്ടി വന്നു. അതാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഏട്ടൻ്റെ കോളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ നേരെ ചെന്നു. ഇപ്പം യാശുവാണ് കേട്ടോ വീട്ടിൽ വന്നപ്പോൾ കീ എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് കീ എടുക്കുന്നത്. പിന്നെ നേരെ വന്ന് ഡ്രസ്സ് പോലും മാറ്റാതെ ഞാൻ ഹോളും എല്ലാം അങ്ങ് തൂത്തോട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ഓൾറെഡി ഞാൻ തൂത്തതാണ്. എന്നാലും ഈ പൊടി കണ്ടോ, പിള്ളേർ കളിക്കുന്നതുകൊണ്ട് എവിടെന്നെങ്കിലുമൊക്കെ വരും. അങ്ങനെ നേരെ വന്ന് ആ ഇട്ടുന്ന ഡ്രസ്സിൽ തന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. എനിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ക്ലീനായിട്ട് കിടക്കുന്ന കൂട്ടത്തിൽ കേട്ടോ. അതൊരു പ്രത്യേക ഒരു OCD ആയിരിക്കാം കേട്ടോ. ഇത് ഇട്ടുന്ന ഡ്രസ്സിൽ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നേരെ പോയി ഒന്ന് ഫ്രഷായി കുളിച്ചിട്ടെങ്കിൽ ഇരിക്കാമല്ലോ. അപ്പം നേരെ ബാഗൊക്കെ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പം എനിക്ക് കിട്ടുന്നൊരു സമാധാനം സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് എവിടെ പോയിട്ട് വന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ തൂത്തിട്ട് പോയാലും പിന്നെ എന്തെങ്കിലുമൊക്കെ പൊടി കാണുമല്ലോ. പിന്നെ ഇവർ കളിച്ചിട്ടും കൂടി ഇരുന്നതുകൊണ്ടാണ് കുറച്ചധികം പൊടി വന്നത്. അങ്ങനെ അത് ഒരു കോരിക്കകത്ത് മാറ്റി എല്ലാം കോരിയൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് കൊണ്ട് കളയും കേട്ടോ. അതും കൂടെ കളയുമ്പോഴത്തേന് പിന്നെ ആ ഒരു ഏരിയയിലേക്ക് പോകണ്ടല്ലോ. ഓൾറെഡി എല്ലാം ക്ലീനാണ്. ഇനി നൈറ്റ് പാത്രങ്ങളോ ഒന്നുമില്ല. എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടായിരുന്നു പോയത്. അപ്പോൾ ഇതുകൂടെ കഴിയുമ്പോഴത്തേന് എൻ്റെ ഓൾമോസ്റ്റ് നല്ല ഈ രാത്രിത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ അത് കൊണ്ടുപോയി പുറത്തേക്ക് വെച്ചു. കാരണം ലോക്ക് ചെയ്തേക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ കൊണ്ട് തട്ടാം, കാരണം ആ കോരിയിലല്ലേ വെച്ചേക്കുന്നത്. ഇനി നേരെ പോയിട്ട് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കണം കേട്ടോ. നമ്മൾ ഇന്നത്തെ ഒരു ഈവനിങ് കഴിഞ്ഞു. എന്താ നമ്മൾ പോയിട്ടൊക്കെ എത്തി. മീൻ മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രം കിട്ടിയില്ല. കാരണം നാളെ സൺഡേ കണ്ടുകൊണ്ട് മീൻ കൊണ്ടുവരത്തൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഒരു കുട്ടി ഈവനിങ് വ്ലോഗ് ഇത്ര ഉണ്ടാകുന്നു കേട്ടോ. ഓക്കെ, ബൈ. സി ബൈ.